ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 6 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 6 മുട്ടയും നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നല്ല രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാം കൂടി ഒരുപോലെ ഒന്ന് മിക്സ് ആകുന്നത് പോലെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തതിന് ശേഷം നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സാധാരണ എന്തെങ്കിലും ചോപ്പർ ഉണ്ടെങ്കിൽ ആ ചോപ്പറിനുള്ളിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് കുട്ടി കുട്ടി പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റും കൂടിയാണ്. ഇത് വന്നിട്ട് തീരെ ചെറിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. ഒരു പകുതി ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. മഞ്ഞോ ചുവപ്പോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി. അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരേ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ നമ്മുടെ ഈ പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ ഈ മുട്ടയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സായി ബ്ലെൻഡായി കിട്ടുന്നത് പോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിന്നിപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡ് വരെ മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ചീസും കൂടിയാണ്. നമുക്കിഷ്ടമുള്ള ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. മൊസറല്ല ചീസോ അല്ലാന്നുണ്ടെങ്കിൽ ക്യൂബ് ചീസോ ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു കാര്യമല്ല ചീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചീസ് ഒഴിവാക്കാം. ചീസ് ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചീസ് ചേർക്കുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മൾ എന്തിലാണെന്നുണ്ടെങ്കിലും ഈ ചീസ് വെച്ചിട്ട് തയ്യാറാക്കുന്നതിന് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഒരു അല്പം മാത്രം ചീസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പേ ഫസ്റ്റിലേ നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ എല്ലാം കൂടി നമ്മൾ നന്നായിട്ടെല്ലാം കൂടി പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ലാസ്റ്റിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ ബാറ്റർ എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു വട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ ഒന്ന് വേവിച്ചെടുക്കാനും മാത്രം ആവശ്യമായിട്ടുള്ള ഒരു ട്രേ കൂടി എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. സാധാരണ നമ്മുടെ സ്റ്റീൽ ബൗൾ എന്തെങ്കിലും ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ട്രേ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഇങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഇച്ചിരി വലിപ്പത്തിനുള്ള അങ്ങനത്തെ അതുപോലുള്ളത് എടുക്കാം. ഇതിനുള്ളിൽ നിൽക്കുന്ന ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണയൊക്കെ ഒന്ന് പൊട്ടി കൊടുക്കണം. കാരണം നൈസായിട്ട് ഇത് ഇളകി വരാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ പൊട്ടി കൊടുക്കാം. ഇതുപോലെ കുറച്ച് എണ്ണയൊക്കെ ഞാനൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തേക്കും ഒരല്പം എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ബാറ്ററി എല്ലാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒന്ന് അടച്ചു വെക്കണം.
ഇതിനോടൊപ്പം തന്നെ ഇതുപോലൊരു അടപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അടപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് അടച്ചു വെക്കുന്നത്. ഇങ്ങനത്തെ ഒരു അടപ്പ് തന്നെ വേണമെന്ന് ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു പ്ലേറ്റ് ഉണ്ട് ഇതൊന്ന് കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിലെ ഈ ആവിയിലെ വെള്ളം വന്നിട്ട് നമ്മുടെ ഈ ബാറ്ററിനുള്ളിലേക്ക് വീഴും. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ, അതായത് 15 മിനിറ്റ് തന്നെ ധാരാളം മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിരുന്നാൽ മതിയാവും. ഫ്ലെയിം ഒരുപാട് കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ശരി, ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഈ 15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആവിയിലുള്ള വെള്ളം ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വീഴും. അതിൻ്റെ പേരിൽ ഉറപ്പായിട്ടൊരു അടപ്പ് വെച്ച് അടച്ചേക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ വെച്ച് ഇങ്ങനെ തുറക്കാൻ നിവർത്തിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മുടെ മുട്ടയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ നമ്മളിപ്പോൾ ഏത് ഷേപ്പിലാണോ, ഏത് ട്രെയിനിൻ്റെ ഷേപ്പിലാണോ വെക്കുന്നത് ആ ഷേപ്പിലും തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും. നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലീനായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കുട്ടി പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പീസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലെ മൈദാമാവിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഓരോ പീസായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഒന്ന് പെട്ടെന്നൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഓരോ മുട്ടയുടെ സ്നാക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിൻ്റെ പുറം ഭാഗത്തിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളറാകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പുറം ഭാഗം ലൈറ്റായിട്ടൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 30 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ലൈറ്റായിട്ടുള്ള യെല്ലോഷ് കളറിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത് ഇത്രയും തന്നെ ഫ്രൈ ചെയ്യാൻ മതിയാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ ഫീഡ്ബാക്ക് ഒന്നും മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.